എറണാകുളത്ത് നിന്ന് 3 ബോഡോ തീവ്രവാദികൾ പിടിയിലായത് UAPA കേസിലെയും കൊലക്കേസിലെയും പ്രതികളെന്ന് പോലീസ് പറഞ്ഞു. നടപടി അസം പോലീസിന്റെ നിർദ്ദേശപ്രകാരം CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, ഏറ്റവും പുതിയ വിവരങ്ങൾ. അസം പോലീസിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്റലിജൻസ് ബ്യൂറോ നടത്തിയ പ്രത്യേക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് പെരുമ്പാവൂരിനും മൂവാറ്റുപുഴയ്ക്കും ഇടയിലുള്ള മണ്ണൂർ എന്ന പ്രദേശത്ത് പ്ലൈവുഡ് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്ന 3 പേരെ ഇന്ന് അറസ്റ്റ് ചെയ്തത്. ഇവർ 3 പേരും അസം സ്വദേശികളാണ്. ഇവരുടെ പേര് വിവരങ്ങൾ ഇതുവരെയും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇവർ അസമിലെ കൊലപാതക കേസിലും പ്രതികളാണ്. ഇവർക്കെതിരെ UAPAയും ചുമത്തിയിട്ടുണ്ട്. നിലവിൽ UAPA പ്രതികളാണ് ഇവർ ഏറെ നാളായി ഇവിടെ പ്ലൈവുഡ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. ഇവർ അവിടെ നിന്നും കേസുണ്ടായ പശ്ചാത്തലത്തിൽ അവിടെ നിന്നും ഒളിച്ചു വന്ന് ഇവിടെ വന്ന് പെരുമ്പാവൂർ മണ്ണൂർ മേഖലയിൽ പ്ലൈവുഡ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. ഇവർക്കെതിരെ കൊലക്കേസുകളും UAPA കേസുകളും നിലവിലുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ആലുവ SP, പെരുമ്പാവൂർ DYSP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പട്ടിമറ്റത്ത് കുന്നത്താട് പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതികളെ ചോദ്യം ചെയ്യുന്ന നടപടി തുടരുകയാണ്. അതിനുശേഷം ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം അസം പോലീസും ഒരുപക്ഷെ കേരളത്തിലെത്തി ഇവരെ കൈവശം ആവശ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും ഇവർ അസമുമായി ബന്ധപ്പെട്ട് കൊലപാതക കേസുകളുടെയും തീവ്രവാദ കേസുകളുടെയും പ്രതികളാണ് എന്നാണ് പറയുന്നത്. നേരത്തെ ഇതിന് സമാനമായ മറ്റ് സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ മണ്ണൂർ പ്രദേശത്ത്, പെരുമ്പാവൂർ പ്രദേശത്ത് നിരവധിയായ ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഇവർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ ഉണ്ട് എന്ന തരത്തിലുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടും നേരത്തെ നിലവിലുണ്ടായിരുന്നു. ഏതായാലും ബോഡോ തീവ്രവാദികളാണ് ഇവർ എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. ശരി പ്രകാശ്.